വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ആരാ? നമ്മളൊരു ഹോം ടൂറിന്റെ ഭാഗമായിട്ട് വാ ഇപ്പം റീസെന്റ് നമ്മുടെ ബിഹൈൻഡ് വുഡ്സിൽ ഒരു ഇന്റർവ്യൂലാണ് ഒരു കാര്യം പറഞ്ഞു, അതങ്ങ് വൈറലായി. അതല്ല ഈ വൈറൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഞാനത് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ പറഞ്ഞത്. ചേച്ചിയാണ് വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാന്നുള്ള ഒരു കാര്യം അല്ലേ? അതെ. അപ്പൊ ഇത് പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും അങ്ങോട്ട് വിട്ട് മാറിയല്ലോ. മാറിക്കഴിഞ്ഞപ്പോ എന്നോട് വന്നിട്ട് ചേട്ടി പറഞ്ഞു, ചിലപ്പോ ഇത് നമ്മുടെ കയ്യിൽ ഇത് ഒതുങ്ങില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട് വിറ്റിട്ടാണെങ്കിലും നമുക്ക് അവർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. പിന്നെ നോക്കിയില്ല, വീട് അങ്ങോട്ട് കൊടുത്തു. ഈ വീടിന്റെ വെച്ച വീടിന്റെ കടങ്ങൾ ബാലൻസ് ഉള്ളതൊക്കെ. ഇതാണല്ലേ നമ്മുടെ വീട്. ഇത് ക്രിക്കറ്റിന്റെ എല്ലാം കളിയുണ്ട്. ക്രിക്കറ്റ്, കബഡി, ആംഗ്രി ബേർഡ്സ്. ആംഗ്രി ബേർഡ്സ് കളിച്ച് ഞാൻ 24 മണിക്കൂർ ആംഗ്രി ബേർഡ്സിന്റെ ആളാണ്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇതാ പരിപാടി. ഇതിന്റെ ഒച്ച ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതാ. 2 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ താമസം തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോ അപ്പുറത്തെ ആന്റി യേശുവിനെ വിളിച്ചു, നിങ്ങളുടെ ബാത്റൂമിൽ നിന്ന് എന്തേ സൗണ്ട് കേൾക്കണേ? അപ്പൊ സാധനങ്ങളൊക്കെ പോരട്ടെ. ഒന്നുമില്ല അപ്പൊ എനിക്ക് എല്ലാം സങ്കല്പമല്ലേ. എന്താ പറയാ, നമ്മുടെ ചാരി കസേര എന്താ പറയണേ? ഇതെന്ന് വെച്ചാൽ ഭയങ്കര ചരിത്രമുള്ള കസേര. ഞങ്ങള് ഈ രാജകുടുംബമാണല്ലോ, ഞങ്ങളുടെ മുഖമുത്തശ്ശൻ കുടുംബാണല്ലേ. പിന്നെ തൃപ്പൂണിത്തുറ അറിയില്ലേ, മറ്റേ ഞങ്ങളുടെ അടുത്തുള്ള അത് കുന്നേൽ എന്ന് പറഞ്ഞ കേട്ടല്ലേ, കുന്നേൽ രാജകുടുംബം. അങ്ങനത്തെ രാജകുടുംബത്തിലെ ഒരു ചെറുമോനാണ് ഞാൻ. അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാ? പാരല് യുദ്ധം ജയിച്ചപ്പോ കൊടുത്താ രാജാവ്. യുദ്ധം? ഏത് യുദ്ധം? അരയങ്കാവുമായിട്ടുള്ള യുദ്ധത്തിലായിരുന്നു. ചെടുത്തൊക്കെ ഉള്ളതാണോ? കുറി എന്തായാലും സെയിം ആയിട്ട് ഇരിക്കണേ. ഇത് ഞങ്ങള് സീലാണ്. അവിടെ ഒരാളെ തൊഴിലുണ്ട്, അങ്ങനെ മുട്ടിക്കും. ഹലോ, ആരാ? നമ്മളൊരു ഹോം ടൂറിന്റെ ഭാഗമായിട്ട് വാ. ഹലോ, ഹാപ്പി ഓണം. ഇതാണല്ലേ നമ്മുടെ വീട്. ഫ്ലാറ്റ്. അതെ, നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഇതൊക്കെ ഈ ഫ്ലാറ്റിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചിരുന്ന സാധനങ്ങളാണോ എന്നാ? ഇല്ല, അത് വീട്ടിലേക്ക് മേടിച്ച സാധനം ഞാൻ വാടക താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരുമ്പോ TV അടക്കം ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. സെറ്റ് കൊടുത്തു, 2 സെറ്റ് ഉണ്ടായിരുന്നു, അത് കൊടുത്തു. TV കൊടുത്തു. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇത് പുതിയതാ. ഡൈനിങ് ടേബിൾ കൊണ്ടുവന്നു, പിന്നെ ഞങ്ങളുടെ കട്ടിലും കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നുമില്ല. വാ, ഇതാണ് രശ്മി സാജു. ഓക്കെ, അപ്പൊ ചേച്ചിയാണ് നമ്മുടെ ചേട്ടന്റെ പ്രിയതമ്മ. ഞാൻ ആക്ച്വലി ചോദിച്ചു കേട്ടോ, ചേട്ടനോട് ചോദിച്ചു ബിഗ് ബോസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്ക് എന്റെ വൈഫിനെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം 10 ദിവസം ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പൊ ഇപ്പം റീസെന്റ് നമ്മുടെ ബിഹൈൻഡ് വുഡ്സിൽ ഒരു ഇന്റർവ്യൂലാണ് ഒരു കാര്യം പറഞ്ഞു, അതങ്ങ് വൈറലായി. അപ്പൊ അതിനുശേഷം ചേട്ടൻ നിക്കക്കള്ളിയില്ലാതെ കോൾസ് വന്നോണ്ടിരിക്കാന്നാണ് ഞാൻ കേൾക്കുന്നത്. അതല്ല ഈ വൈറൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഞാനത് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് ആ രീതിയിൽ പോയി. അപ്പോഴും ഞാൻ പറയണത് ഇപ്പം ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ കോള് വന്നിട്ട് ഇന്നലെ തന്നെ UK ഒരു സഹോദരൻ മെസ്സേജ് ഇട്ട് ഞാൻ എന്ത് വേണം ചെയ്തു തരാം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഒന്നും വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സാധാരണ പാവപ്പെട്ട ആൾക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പണക്കാരനല്ലട്ടാ പറഞ്ഞത്, എന്നെക്കാളും അത്യാവശ്യമുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ചെയ്യാൻ പറഞ്ഞു. ഇന്നലെയും കൂടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഞാനതൊക്കെ റിപ്ലൈ കൊടുത്തു. അങ്ങനെ പല സ്ഥലത്തുനിന്നും പല ആൾക്കാരും വിളിച്ചു. അവരോടെല്ലാം ഞാൻ പറഞ്ഞത് എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് സമ്പാദിച്ച് ഞങ്ങളുടെ രീതിയിൽ ഒരു സെറ്റപ്പ് മതിയല്ല, വേണ്ട ഒരിക്കലും അതിനു വേണ്ടിയല്ല പറഞ്ഞേക്കുന്നത്. അപ്പം ഇതുപോലെ ആവശ്യമുള്ള പല ആൾക്കാരും ഉണ്ടാവും, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അതെ, ഇപ്പം ഇനി ഈ വീട്ടിലെ വിശേഷങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത്. നമ്മൾ കയറി വരുമ്പോ തന്നെ ഒരു കുഞ്ഞിയ സോഫ, ഇവിടെ ഒരു താമര. ഈ ചേട്ടനൊക്കെ പറയും ഇതൊക്കെ എവിടെന്നാ ചേട്ടൻ വാങ്ങിയത് ഈ സോഫയൊക്കെ? ഇത് ഞങ്ങള് പറവൂരുന്നല്ലേ ഞാൻ ഇവിടെ ചെറായിന്ന് വാങ്ങിച്ചതാ. ചെറായിന്ന് വാങ്ങിയത്. ഇവിടെ ഒരു വലിയ ട്രോഫി കാണുന്നുണ്ടല്ലോ. എന്റെ എത്ര ഉയരം ഒരു ട്രോഫി ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല.
എനിക്ക് ക്രിക്കറ്റ് ടീം ഉണ്ട്. ഞങ്ങൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ അസോസിയേഷൻ എറണാകുളത്ത് ഡയറക്ടർമാർക്ക്, പ്രൊഡ്യൂസർമാർക്ക്, കോറിയോഗ്രാഫേഴ്സ്, മിമിക്രിക്കാർ, അങ്ങനെ എല്ലാ ടീമുകളും ഉണ്ട്. 10 ടീമുണ്ട്. അതിലത്തെ ഒരു ടീം എൻ്റെ ടീമാണ്. ആ ടീം തൃപ്പൂണിത്തുറ വെച്ച് വിൻ ചെയ്ത കപ്പാണ്. ഇതുപോലത്തെ ഒരു 4 എണ്ണം കൂടി ഉണ്ട്. അത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത്. കളിച്ച് ജയിച്ചു മേടിച്ചതാ. പിന്നെ അത് വെക്കാം. ഇതിന് വെയിറ്റ് ഉണ്ട്. ഇത് ക്രിക്കറ്റിന്റെ ക്രിക്കറ്റ് കളിച്ച ആരോഗ്യമുള്ളവർക്കാണ് ഇത് പൊക്കാൻ പറ്റുള്ളൂ. ഇതെനിക്ക് ഫുട്ബോൾ ടീമുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ മാസം അല്ലേ അതിന്റെ അപ്പൊ അതിന്റെയാണ് എല്ലാം കളിയുണ്ട്. ക്രിക്കറ്റ്, കബഡി, ആംഗ്രി ബേർഡ്സ്. ആംഗ്രി ബേർഡ്സ് കളിച്ച് ഞാൻ 24 മണിക്കൂർ ആംഗ്രി ബേർഡ്സിന്റെ ആളാണ്. എന്നിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇതാ പരിപാടി. അപ്പൊ വാടക താമസിക്കുന്ന വീടിന്റെ തൊട്ടപ്പുറത്ത് വീടുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഇതിന്റെ ഒച്ച ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ താമസം തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോ അപ്പുറത്തെ ആന്റി ജേഷ്മിനെ വിളിച്ചു, നിങ്ങളുടെ ബാത്റൂമിൽ എന്ത് സൗണ്ട് ഇപ്പൊ സൈലന്റ് എല്ലാം മോളെ എന്താ പറയാ. ഇപ്പോഴും ചോദിച്ചു നോക്ക്, 1/2 മണിക്കൂറിൽ മേലെയാണ് ടോയ്ലറ്റിൽ പോകുന്നത്. കളി തോക്കുമ്പോ വാശിയാ. പിന്നെ ഞാൻ എന്തിനാ പോകുന്നുള്ള കാര്യമൊക്കെ മറന്നു. ഇതിന് മാത്രമാവും. ഒരു കുഴപ്പമൊന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശീലമായി. 1 മണിക്കൂർ 1.5 മണിക്കൂർ ബാത്റൂം അല്ല, അത്ര നേരം എനിക്ക് ചെവിക്ക് ഒരു റെസ്റ്റ് കിട്ടില്ല. ഇതാണ് ആക്ച്വലി മേഡ് ഫോർ ഈച്ച് അതർ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോഴേ നമുക്ക് കുഞ്ഞൊരു പൂജാമുറി പോലെ കാണാൻ പറ്റും. നൈസ്. ഇപ്പൊ ഞാൻ പക്ഷെ ഇതിൽ നോക്കുമ്പോ കൊറേ കൃഷ്ണന്മാരാണ്. ചേച്ചി കൃഷ്ണഭക്തയാണോ? അത് ഒന്നോടെ സൂക്ഷിച്ചു നോക്ക്. ഓ, എല്ലാം ഉണ്ടല്ലേ. ഏതൊക്കെ ഉണ്ട്? നമ്മുടെ എല്ലാ മതങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ അവിടെ അങ്ങ് അറ്റത്ത് റോമിൽ നിന്ന് വന്നേക്കണ ഇതും റോമല്ലേ? അല്ല, അത് നമ്മുടെ കൃപാസന മാതാവ്. ഓക്കെ, അപ്പൊ ചാടല്ലേ ഞങ്ങള് കണ്ട ടിവിയിൽ നടുവേനേക്കാ ഇങ്ങനെ ചാടിയിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ നിന്ന് ഒന്നപ്പോഴും ഇങ്ങനെ പോകേണ്ടി വരും. ഇല്ല, ഞങ്ങള് കണ്ടോണ്ടാട്ടോ അത്രയും പെയിൻ. ഓക്കെ, അടുത്തത് ഇത് പറയാ കൃഷ്ണഭക്തയാണോന്ന്. ഇത് ഭയങ്കര സംഭവം മുമ്പിലത്തേക്ക്. അവിടെ ഞങ്ങള് ഡ്രസ് ചെയ്ത് എവിടെയെങ്കിലും പോകുമ്പോ ഇറങ്ങുമ്പോഴത്തേക്കില്ലേ എന്തെങ്കിലും ഉണ്ടോ, ഹലോ പോണ വല്ല നടക്കുവോ പോണ വഴി. ഞാനപ്പോ പോയിട്ട് ആരെന്നോടാ അപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുക. പല പരാതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ മുമ്പിലത്ര ഞാൻ കേൾക്കണമെന്നാ. ഇവിടെ നിന്ന് തകർക്കണമാണ് രണ്ടുപേരും കൂടി. അതാണ് ചേച്ചിയുടെ കൂട്ട് അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കാം. എല്ലാം ഒറ്റ ഏരിയയാണ്. പക്ഷെ നമുക്ക് വെക്കുമ്പോ അത് ഡൈനിങ് ഏരിയ അങ്ങനെയാണത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പൊ സാധനങ്ങളൊക്കെ പോരട്ടെ. ഒന്നുമില്ല അപ്പൊ എനിക്ക് എല്ലാം സങ്കല്പമല്ലേ. ഓക്കെ, അപ്പൊ എവിടെ നിന്നിട്ടാണ് കൂടുതൽ ചർച്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ് നിങ്ങള്? ചർച്ച അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. വീട്ടിലൊന്നും ഞങ്ങൾ ചർച്ചയൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ചർച്ച ഏകദേശം നമ്മൾ ബെഡ്റൂമിൽ വെച്ചല്ലേ. ഇപ്പൊ ആ ലൈഫിൽ ഒരു മെയിൻ ഡെസിഷൻ ചേച്ചിയാണ് വന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കൊരു വീട് വെച്ച് കൊടുക്കാന്നുള്ള ഒരു കാര്യം അല്ലേ. അപ്പൊ ചേച്ചിക്ക് ആ ഒരു അതിന്റെ ഈ ത്രോട്ടല്ല നമ്മൾ അവിടെ വെച്ച് തന്നെ നടന്ന സംഭവം. അവിടെ അവരിങ്ങനെ പറഞ്ഞായിരുന്നു മുൻകൈ. നമ്മൾ എന്താ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേർക്ക് അത് വിഷമാകും. മനസ്സിലായോ? നമ്മളിപ്പോ ഇത് കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് പിന്നെ അവരൊരു വിഷമിപ്പിക്കണത് ശരിയല്ല. അവരത് കഴിഞ്ഞിട്ട് ഇപ്പൊ ചേട്ടായിനോടാണെങ്കിലും വന്നിട്ട് അവർക്ക് ആ ഒരു സംഭവം അവരായിട്ട് തുടങ്ങി അവർക്ക് പറ്റിയ ഒരു അബദ്ധം അവര് പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെ നമ്മൾ അതെടുത്ത് പറയുമ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് ആക്കണ്ടല്ലോ. അവര് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഓക്കെ പറഞ്ഞു. അപ്പൊ ചേട്ടായി മുന്നിൽ നിൽക്കാം എന്നുള്ള രീതിയിലാണ് അത് മുന്നോട്ട് പോയത്. അപ്പൊ ചേട്ടായി എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് ഓക്കെ കുഴപ്പമില്ല, ഒരാൾക്ക് വീടുണ്ടാവണം, അത്രയും നല്ല കാര്യമല്ലേ. അപ്പൊ ചേട്ടയുടെ ഭാഗത്തുനിന്ന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതൊരു പകുതി പോലും ആയില്ലല്ലേ, അതിന് മുന്നേ തന്നെ സ്റ്റാർട്ടിങ് ആയപ്പോ തന്നെ എല്ലാവരും അവരവരുടേതായ എന്തോ പ്രശ്നങ്ങൾ കാരണം എങ്ങനെയും അത് നമുക്ക് അറിയില്ല. അത് അവര് പോയി. എന്ത് കാര്യമാണ് ഇപ്പൊ ഇതിന്റെ കാര്യമാണെങ്കിൽ വെച്ചു ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വീട് പണിത് കൊടുക്കാം. ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിനും അങ്ങനെയാണ്. അതെ, അപ്പൊ ഇത് പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും അങ്ങോട്ട് വിട്ട് മാറിയല്ലോ. മാറിക്കഴിഞ്ഞപ്പോ എന്നോട് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ചിലപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇത് ഒതുങ്ങില്ല. നമ്മളോട് പറഞ്ഞവരെല്ലാവരും കൈ മലർത്തി, ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ചേട്ടൻ പറഞ്ഞ പിന്നെ നമ്മളെ സഹായിച്ചേക്കാണ്. ഇതിന് സഹായിച്ചൊന്ന് ധർമ്മജൻ ആദ്യം തന്നെ 10,000 രൂപ ധർമ്മജൻ തന്നത്. അപ്പൊ എല്ലാവരും പിരിവെന്നുള്ളത് നിൽക്കുമ്പോൾ പിന്നെ ഒരാളൊരു 5,000 രൂപ വന്നു. പിന്നെ പാണ്ഡവാസം നാടൻ പാട്ടുണ്ട്, അവർ പാടിയിട്ട് 1 ലക്ഷം മേടിക്കുന്നത്. അങ്ങനെ 1,15,000 രൂപയാണ്
പുറത്തുനിന്ന് ഫണ്ടായിട്ട് തന്നു. അവർ തന്നു. എല്ലാവരും കൂടി ചെയ്യാന്ന് പറഞ്ഞ കാര്യം അവസാനം ഇപ്പൊ പിന്നെ അവരോട് നമ്മൾ ചോദിക്കുന്ന കാര്യം, എല്ലാവരും ചേട്ടനെ പോലെ നമ്മളെല്ലാവരും സാധാരണ കലാകാരന്മാരാണ്. അപ്പൊ അവരെ അന്നന്ന് ജീവിച്ച് കൊണ്ടുവന്നിട്ട് വേണം അവർക്കും ജീവിക്കാനായിട്ട്. അപ്പൊ പിന്നെ നമുക്ക് അവരോടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ സമീപിക്കണ്ട. അതെ, അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു തീർക്കാം. അപ്പൊ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ, നമുക്ക് ചിലപ്പോ എന്റെ കയ്യിൽ നിൽക്കില്ല, അപ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീട് വിൽക്കണ ഒരു ഇതിലേക്ക് ചിലപ്പോൾ വരൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല എന്ന് വെച്ചാൽ നമുക്ക് അത് പകുതി വെച്ച് നിർത്താൻ പറ്റില്ല. കാരണം മറ്റുള്ളവരെ മുന്നിട്ട് വന്ന ആൾക്കാരും ആർക്കും അറിയില്ല. പറയുമ്പോഴേക്കും എന്താ പാഷാണം ഷാജി എന്ന് വെച്ചാൽ ഇവിടെ വലിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ ഇങ്ങനെ ആ ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആൾക്കൊരു വീട് എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ളവർ മാറിക്കളഞ്ഞാലും നമ്മൾക്ക് മാറാൻ പറ്റില്ല. ചേട്ടായി മുന്നിട്ട് നിൽക്കണല്ലേ. അപ്പൊ എന്തായാലും ബാനർ വരുമ്പോ പാഷാണം ഷാജി എന്നുള്ളൊരു ഇതിലേ വരുള്ളൂ. അപ്പൊ പറയാണ്ട് അവൻ വന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തു കൊടുത്തില്ല, അങ്ങനെ ഒരു വരുമല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ വീട് വിറ്റിട്ടാണെങ്കിലും നമുക്ക് അവർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. ബാധ്യത വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ചെയ്ത് കഴിയുമ്പോൾ അന്നേരം നമ്മൾ കോവിഡ് കഴിഞ്ഞ വിഷയങ്ങളൊക്കെ ആയിട്ടിരിക്കണല്ലേ. അപ്പോൾ സിനിമ കുറവ്, ഇത് കുറവ്, പിന്നെ അതിനിടയ്ക്ക് ചുണ്ട അമ്മക്ക് വയ്യായിരിക്കണം, അതിൻ്റെ എല്ലാം കൂടി ഒക്കെ എനിക്കറിയാം ബാധ്യത വരുന്നു. എന്നാലും അതൊന്നും കാര്യമാക്കാൻ ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഞങ്ങൾ തന്നെ നിന്ന്. ഞാൻ രാവിലെ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കോവിഡും കാര്യങ്ങളും. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് ഈ ചെയ്ത കടങ്ങൾ വീട്ടാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണോ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടി വന്നപ്പോൾ അപ്പം ആ പറഞ്ഞ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു സംഭവം അല്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ വേറെ കയ്യിരിപ്പൊന്നുമില്ല, മാറ്റി വെച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെ നോക്കിയില്ല, വീട് അങ്ങോട്ട് കൊടുത്തു. ഈ വീടിന്റെ വെച്ച വീടിന്റെ കടങ്ങൾ ബാലൻസ് ഉള്ളതൊക്കെ അങ്ങോട്ട് വീട്ടിൽ സ്വസ്ഥായി. നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലല്ലോ. അതാണ് ഏറ്റവും വലിയൊരു. പിന്നെ ആക്ച്വലി ആ പറഞ്ഞ കാര്യത്തിന് ആ കമ്മിറ്റ്മെന്റ് കാണിച്ച് അതങ്ങ് പൂർത്തീകരിക്കാന്നാണത്. അതെന്ത് കാര്യം ഞാൻ എന്താന്ന് പോലും ആലോചിക്കില്ലാത്തവർ മനസ്സിലാക്കി. എന്ത് ചോദിച്ചാലും ഞാൻ ചാടിക്ക് ഒരു ഓക്കെ പറയും. ഓക്കെ പറഞ്ഞിട്ട് ഞാൻ മാറുന്ന ആലോചിക്കില്ല. അത് എങ്ങനെ ഓക്കെ ആവണത് അങ്ങനെ ആലോചിക്കും. അത് വാക്ക് കൊടുത്താൽ ചെയ്യുകയും ചെയ്യും എന്ത് കാര്യത്തിനും. അതെ, അതാണ് ആക്ച്വലി ചേട്ടനയില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ടുപേരുടെ കേട്ടോ. ഭയങ്കര അടിപൊളി കാര്യമാണ്. ഓക്കെ, ഇനി ഇവിടെ സംസാരിച്ചാൽ മതിയോ? എന്തായാലും ഫുഡൊന്നും വന്നില്ല. ഓക്കെ, നീ വരുന്ന വേറൊരാള് അത് കുണുക്കി, യച്ചുവിന്റെ കുണുക്കി, ഇത് കുണിക്കി കുണുക്കിയല്ല കുണുക്കി, ഇങ്ങനെ 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 നടക്കണത്. അപ്പൊ യച്ചുട്ട പേരാ. അത് പറയുമ്പോ കൊറേ പട്ടികൾ പൂച്ചകൾ അല്ലെ, അങ്ങനെ കുറെ മൃഗങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പട്ടികൾ പൂച്ചകൾ എന്നൊക്കെ ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുക. ഞങ്ങളുടെ മക്കളെന്നാ പറഞ്ഞ എല്ലാവരും. സോറി, മക്കൾ അവരൊക്കെ എവിടെ നിന്നിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 10-12ഓളം പട്ടി ലാസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ കുതിര 2 ഉണ്ടായിരുന്നു, ഇഗ്വാന, പ്രാവ്, പൂച്ച, കിളികൾ എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ഇയാൾക്ക് ഇങ്ങനെ ഇത് കണ്ട ഇതാണ്. അപ്പോൾ ഈ അലർജി വന്നു. അലർജി നമുക്ക് ഡോക്ടർ നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഈ കുട്ടികളില്ലാത്ത ട്രീറ്റ്മെൻറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ നോക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അവരെല്ലാവരും മാറ്റി, എന്നിട്ട് നിങ്ങൾ മാത്രമാവാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും മാറുന്ന നേരത്തെ ഞങ്ങൾ 2 പേരും മാറിയപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്ലാറ്റിലേക്ക് മാറി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് ബാൽക്കണി ആൻഡ് ഇവിടെ ഒരു എന്താ പറയാ നമ്മുടെ ചാരി കസേര. ഇത് എന്താ പറയണേ? ഇതെന്ന് വെച്ചാൽ ഭയങ്കര ചരിത്രമുള്ള കസേര. ആ ഞങ്ങള് ഈ രാജകുടുംബമാണല്ലോ, ഞങ്ങളുടെ മുത്തശ്ശൻ ഇരുന്ന കസേര. പിന്നെ തൃപ്പൂണിത്തറ അറിയില്ലേ? ഏത് തൃപ്പൂണിത്തറ രാജകുടുംബം? ഈ തൃപ്പൂണിത്തറ രാജകുടുംബം അറിയില്ലേ? മറ്റേ മണിച്ചിത്ര. ആ ഞങ്ങളുടെ അടുത്തുള്ള ഇല്ല, ഇത് കുന്നേൽ എന്ന് പറഞ്ഞ കേട്ടല്ലേ? കുന്നേൽ രാജകുടുംബം, പാപ്പാനി കുന്നേൽ രാജകുടുംബം, പാപ്പാനി. കുറെ ആനകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ രാജകുടുംബത്തിലെ ഒരു ചെറുമോനാണ് ഞാൻ. ഞങ്ങളുടെ മുതുമുത്തശ്ശന് ഇരുന്ന കസേര ഇത്. മുതുമുത്തശ്ശന് ഇത്രയും നല്ല കസേര ഞങ്ങൾ ഈ ഇടയ്ക്ക് പോളിഷ് ചെയ്യിച്ചതാ. ഓക്കെ, അപ്പൊ ചേട്ടൻ ഇപ്പം അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാ? യുദ്ധം ജയിച്ചപ്പോ കൊടുത്താ രാജാവ്. യുദ്ധം? ഏത് യുദ്ധം? യുദ്ധത്തിന്റെ തലപ്പക്കത്ത് നിന്ന ആളാണ് പുള്ളി. അങ്ങനെ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് കൊടുത്തു. ഗുരുവായിട്ടായിരുന്നു തോന്നുന്നു. ഈ അരയങ്കാവുമായിട്ടുള്ള യുദ്ധത്തിലായിരുന്നു. ചേട്ടത്തൊക്കെ ഉള്ളതാണോ? പറയാൻ പറ്റില്ല, ചിലപ്പോ അങ്ങനെ. ഇപ്പൊ അരയങ്കാവ് ഞാൻ രാജകുമാരിയൊക്കെ വായിച്ചേനെ. നോക്കി പാരിക്കണേ. ഓക്കെ, ഇനി അടുത്ത് നമ്മള് കുഞ്ഞൊരു ബെഡ്റൂമിലേക്ക്. അതെ അതെ. ഇതാരുടെ ബെഡ്റൂമാ? ചേട്ടന്റെയാ? ഇല്ല, ഇത് കിച്ചപ്പല്ല. ബെഡ്റൂം. പിന്നെ ഇത് ഞങ്ങള് അല്ല,
ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോ ഇപ്പുറത്തുനിന്ന് നടക്കും. ഓ അത് ഞാൻ തല്ലുവിടും. അല്ല അല്ല ഇവിടെ മായ്ക്കാൻ പറ്റാത്തൊരു അടയാളം ഉണ്ടെന്നുള്ളത് എവിടെയാണ്? അതിവിടെ അല്ല, അത് ഞങ്ങളുടെ ശരിക്കുള്ള ബെഡ്റൂം. Okay, അപ്പൊ ഞങ്ങൾക്ക് ഇന്ന ബെഡ്റൂം ഒന്നുമില്ല, ഞങ്ങൾ തോന്നുന്നത് കിടക്കും. തോന്നരുത്. ഇപ്പൊ ചേച്ചി പക്ഷെ ഞാൻ ചോദിച്ചു തല്ലുവിടുമ്പോ ഇവിടെ വന്നിട്ട് കിടക്കും. ചേച്ചി ആന്ന് പറഞ്ഞു. ചേച്ചി പറയും ഉണ്ട് ആരെവിടെ വന്ന് കിടക്കാറ്? ഞാൻ അത് എഴുന്നേക്കുമ്പോ എത്ര പേരെ എഴുന്നേക്കണം ചോദിക്കും. എഴുന്നേക്കുമ്പോ ഇവിടുന്ന് ഒറ്റക്കാണ് എഴുന്നേക്കണം. രണ്ടുപേരുണ്ടാവും. ഇവിടെ വന്ന് കിടക്കാറ്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് അടുത്ത റൂമിലേക്കാണ് പോണത്. ബാ ആര് നീ? ആ ഷോളിൽ ഓക്കെ, അപ്പൊ ഇനി അടുത്ത റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, ഈ റൂമാണ് നിങ്ങളുടെ മെയിൻ ബെഡ്റൂം അതെ അതെ അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് ഇത് കണ്ടപ്പോൾ നേരത്തെ പറഞ്ഞ ആ രാജാവിന്റെ കട്ടിലാണ്. ഇപ്പൊ വിശ്വാസമായില്ലേ? അതാണ് 14,500 രൂപ മേടിച്ച് രാജാകൊട്ടാരത്തിൽ. പക്ഷെ ഇത് ഞങ്ങൾ മേടിച്ചിട്ട് എത്ര വർഷം? ഒരു 8 വർഷത്തോളായില്ലേ ഇപ്പൊ. ഇതൊക്കെ നമ്മള് വീട് വാങ്ങിയ ടൈമിലാണ്. അതായത് ഞങ്ങൾ കൊണ്ടുവന്നേക്കണം. ആ വീട്ടിലുള്ള കട്ടില് സാധനങ്ങളൊക്കെ, ഡൈനിങ് ടേബിളും അത് തന്നെ. ഓക്കെ, ചേച്ചി ആക്ച്വലി എനിക്കൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞു. ഈ റൂമിലാന്ന് പറഞ്ഞു. എന്താണത്? അത് നിങ്ങൾ കാണുമ്പോ ഇരിക്കണം. ഞാൻ അത്ര പ്രൗഢിയുള്ള മനുഷ്യൻ. അത് അവിടെ ഇരിക്കും. ചേച്ചി കാണിച്ചു തരൂ. ഇതാണ് ദേശത്തിന്റെ ഒരു അടയാളം. കണ്ടോളൂ കേട്ടോ. അതെന്താന്ന് ഇത് മനസ്സിലായി? ഒരു മിനിറ്റ്. ഇത് നിങ്ങൾ കാണുമ്പോൾ പലതും ചിന്തിക്കും എന്താണെന്ന്. അത് നിങ്ങൾ ആദ്യം കമന്റ് ചെയ്യണം. ഇനി പറയണം ഇതെന്താ സാധനം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എന്ത് അതല്ല, തലപ്പോട്ട് ഇതുകൊണ്ടാ. ഇതാണിത്. അതെ എറിഞ്ഞ് ഇങ്ങനെ എറിഞ്ഞോ? ഇങ്ങനല്ല, ഇങ്ങനെ എറിഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനെ നടന്നു വരുമ്പോ ഫോൺ പിന്നെയും തെളിഞ്ഞു കിടക്കുക. എടുത്ത് ഇവിടെ കട്ടുകൂടെ ഒരൊറ്റ അടി കൊടുത്ത്. എന്നിട്ട് നന്നാക്കാൻ കൊടുത്തപ്പോ അവര് ഇത് ട്രെയിൻ കയറിയതാണോ? നിങ്ങളുടെ ഈ കുറി എന്തായാലും സെയിം ആയിട്ട് ഇരിക്കണേ. ഇത് ഞങ്ങള് സീലാണ്. അവിടെ ഒരാളെ തൊടുള്ളാണ്ട് അങ്ങോട്ട് മുട്ടിക്കൂ. അതെന്ന് ഞാനാ തൊട്ട് കഴിയുമ്പത്തേക്ക് പറഞ്ഞു. അത് വിളിച്ചിട്ട് കളറ് കണ്ടില്ലേ? എന്റെ ദൈവമേ, ഇപ്പോഴും ബോംബ് വിടുന്ന് പറഞ്ഞാലും വിശ്വസിക്കും. ഞാൻ ഓർത്ത ലോകത്തിലെ ഏറ്റവും പൊട്ടി ഇതാന്ന് ഓർത്തിരുന്നത്. ഒരു ചമ്മന എങ്ങനെ തുറന്നാണ് അയ്യെന്ന്. അല്ല അല്ല അപ്പൊ നമ്മള് അവസാനം എനിക്ക് വേണ്ട ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ചേച്ചി സ്ഥലങ്ങൾ എടുക്കും, വേഗം വരൂ. ഒന്നുമില്ല ഇവിടെ. ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ ഇന്ന് ഓണസദ്യ പുറത്തുനിന്നാണ് ഏൽപ്പിച്ചേക്കണത്. ഓണസദ്യന്റെ പുറത്തുനിന്ന് അല്ല, ഇവിടെ ഉണ്ടാക്കാനുള്ള പായസം കിട്ടും ഞാൻ വിചാരിച്ചു. ശരി, എന്നാ ഇച്ചിരി പരിപ്പിന്റെ അടുത്തേ. ഇപ്പൊ തന്നെ ചെയ്യാൻ പോവാണോ? അല്ല, ഇപ്പൊ ഒരു ചെറിയ കുറവുണ്ട്. പായസത്തിന്റെ പരിപ്പില്ല, സാമ്പാറിന്റെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ശർക്കര ഇട്ട് പായസം ഉണ്ടാക്കും. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇല്ലട്ടാ, ചുമ്മാ സദ്യ വെറും കൂടി ഏൽപ്പിച്ചേക്കണത്. സീരിയസ്ലി? പിന്നെ ആണോ? ഓ ഓക്കെ, അപ്പൊ നമ്മൾ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളോട് ഞാൻ ചോദിച്ചാൽ നമുക്ക് വേറെ സദ്യയിലേക്ക് കടക്കാം. അതായിരിക്കും നല്ലത്. ഇവിടെ വേറെ ഈ ചേട്ടൻ അധികം അടുക്കളയിൽ കയറാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ തല്ലുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഇണങ്ങുന്നത് ഇവിടെയാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഭക്ഷണം ഇവിടെ അല്ലേ, ഇവിടെ വന്നാലല്ലേ കിട്ടട്ടെ. അതല്ല ഞാൻ ചോദിച്ചത്. അതായത് സാധനങ്ങൾ പൊക്കത്താണല്ലോ. ചേട്ടനോട് എന്തായാലും ചോദിക്കണം. അല്ല, എന്തെങ്കിലുമൊക്കെ വന്ന് വാശി പിടിച്ചുണ്ടാക്കിയാലും ഉണ്ടല്ലോ, ഞാൻ അവിടെ ഇരിക്കാൻ പറയും. ആ ക്ലാസ് നിന്ന് എടുത്ത് വന്നിട്ട് പോരും. കൈയെത്തൂല, അത്ര ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പൊ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ ഒരു ചട്ടി കാണുന്നുണ്ട്. എന്റെ വീട്ടിലല്ലേ വന്നേക്കണം, അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, ഈ ചട്ടിയിലൊന്നുമില്ല. ഓണായിട്ട് എന്താണ് സ്പെഷ്യൽ? മീൻകറി. നല്ല മണം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നണേ ചേട്ടൻ മറ്റേ എന്താ പറയാ സദ്യ ഓർഡർ ചെയ്തിട്ട് ചേട്ടൻ മീൻകറി. ഇതല്ല നൈറ്റ്, ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ വൈകിട്ട് ഉണ്ടാക്കിയതാണ്. മീൻകറി തലേദിവസം വെക്കാനുള്ള ടേസ്റ്റ് അല്ലേ? പക്ഷെ ഇവിടെ വെക്കാൻ വെച്ചപ്പോ തന്നെ തീരും. ചേട്ടൻ വായിൽ വെള്ളം വരുന്നത് നല്ല മണം ഉണ്ട്. നിങ്ങൾ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ? ഓക്കെ, ബാ. ഇനി നമ്മള് ഏറ്റവും ഫൈനൽ ആയിട്ട് നമ്മളൊരു ബാൽക്കണി. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ല മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.